കിൽത്തപ്പം നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല കിൽത്തപ്പം. രാവിലെ ചുട്ട കൽത്തപ്പല്ല കേട്ടോ. ഒരു 10-12 മണിയായി കാണും അമ്മായി കൽത്തപ്പം ചുട്ട് തന്നപ്പോൾ അത് തിന്നിട്ട് ഞങ്ങൾ എവിടേക്കാണ് നേരെ പോയതെന്ന് അറിയില്ല. കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ആ കാണുന്ന നേരെ പോണ വീടില്ല, അങ്ങോട്ടല്ല. ഈ കയറ്റം മുഴുവൻ ഞാൻ കയറണമല്ലോ എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തതാണ് ഈ കാണുന്ന വീഡിയോ. കാരണം ഇതൊക്കെ കടന്നിട്ട് വേണം അമ്മയുടെ വീട്ടിലെത്താൻ. പണ്ട് ഇവിടെയൊക്കെ പാറയിരുന്നു കേട്ടോ. ആ പാറയ്ക്ക് എവിടെ പോയി നിൽക്കാറില്ല. ഫുൾ പച്ചപ്പ് ഗൈസ്, ഫുൾ പച്ചപ്പായിട്ടുണ്ട്. അത്രേനേ ഉള്ളൂ. പിന്നെ നേരെ കാണുമ്പോൾ ഒരു വായ, വെറുതെ ഒരു വീഡിയോ അതിൽ പോവല്ലേ, ഏതായാലും കിടക്കട്ടെ. കഞ്ഞിയെങ്കിൽ കഞ്ഞി. ആ വായ കൊലച്ചിട്ടുണ്ട്, പഴുത്തിട്ടില്ല, കൊല മൂത്തിട്ടില്ല എന്നൊക്കെ പറയാം. പിന്നെ ഞങ്ങൾ ഇടവഴികൾ, ഈ ഇടതൂർന്ന വഴികളിലൂടെ വേണം അമ്മോൻ്റെ വീട്ടിലേക്ക് പോകാൻ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേണം ഗോയ്സ് ഞങ്ങൾ അമ്മോൻ്റെ വീട്ടിലെത്താൻ. കഷ്ടപ്പെട്ട് നോക്കി വേണം നടക്കാൻ. കള്ളിപ്പെണ്ണി ചില്ലക്കുയിലെ ഗൈസ്, അത് അങ്കലവാടി. ദേ അങ്ങോട്ട് നോക്കൂ, ഒരു ട്രെയിൻ പോകുന്ന ട്രെയിനല്ല ഗൈസ്, അതാണ് ഇവിടുത്തെ അങ്കനവാടി. നല്ല ഭംഗിയില്ലേ കാണാൻ, ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലേക്ക് പോകാൻ നിവർത്തില്ല. അന്ന് അങ്കനവാടി ലീവാണ് ആയിരിക്കാം മേ ബി, കാരണം ഒരു മനുഷ്യക്കുഞ്ഞില്ല. അപ്പം ഞാൻ ഉറപ്പിച്ച് ലീവ് ആയിരിക്കാമെന്ന്, അല്ലെങ്കിൽ തുറന്നിടൂലേ, കടപട അച്ചപ്പാടൊക്കെ ഉണ്ടാവൂലേ. ഇവിടെയൊക്കെ പാറയിരുന്നു ഗൈസ്. ഇവരെങ്ങനെ ഈ പാറ പോയിപ്പിച്ച് വീടുണ്ടാക്കിയത്? എത്ര പൈസ ചിലവായിട്ടുണ്ടാവില്ലേ? കാരണം പാറ പൊട്ടിച്ചണ്ടേ, മണ്ണാക്കണ്ടേ, മണ്ണ് വിതറണ്ടേ. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനി വീട് വരാനുള്ള ഗൈസ്. ആ ബാക്കിലും മടിയിലും ഫുൾ. പണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. പേടി എന്താ വെച്ചാൽ ഫുൾ പാറല്ലേ, ഇത് കൂടെ നടക്കാൻ പേടിയായിരുന്നു. കാരണം വളുക്കി വീകുക, അതായത് ഇങ്ങനെ വൈദ്യുതി വീക്കില്ലേ. ആ അമ്മോൻ്റെ മൂച്ചുണ്ടായതാട്ടോ. അങ്ങനെ നടന്ന് കാട്ടുകൂടിയൊക്കെ നടന്ന് ഞങ്ങൾ എന്തായാലും അമ്മോൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം മാങ്ങ എന്തായാലും അയച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണല്ലേ ഈ കൂടതന്ത്രമായ വഴികളിലൂടെ എല്ലാം നല്ല രസമുള്ള വാക്കില്ലേ ആയിക്കോട്ടൊക്കെ വന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. ഞങ്ങളൊരു അത്യാവശ്യം ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് കേസ് അമ്മയുടെ വീട്ടിൽ കിണർ കുത്തിയിട്ടുണ്ട്. വെള്ളം കണ്ടു എന്ന് അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഒറ്റയോട്ടം. ഓടല്ല, ആ വഴികളിലൂടെയൊക്കെ നടന്നു വന്നു. കാരണം ഞങ്ങൾക്ക് വെള്ളം കാണല്ലോ എന്നുള്ള പൂതിക്ക്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന്. ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന കിണർ. ടൂറിസ്റ്റ് വെള്ളം അത് ചോറിയ, അതൊക്കെ തീന്നിട്ടിയ മണ്ണായിക്കാരല്ലേ. കൂടെ ഇറങ്ങുക, എന്നാലും ചാടി കടന്ന് വരണം. നോക്കട്ടെ വെള്ളം. എൻ്റെ ഫോൺ എന്താണ് ഗൈസ്, വെള്ളം കണ്ടു, കുറച്ച് വെള്ളമുള്ളൂ. നീ ഇത് ഏറി വരൂ, വരൂക്കൂലേ ഗൈസ്, ഏറി വരുന്ന പറഞ്ഞിട്ടത്. കിണറിന്റെ പോലെ ഉണ്ട്. യെസ്, കിണർ കണ്ടു, വെള്ളം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഔല് വെള്ളം അമ്മായി തന്നു. അതായത് ഔലൊക്കെ ഇട്ട് കണ്ട ഒരു തരം വെള്ളം, അതാണ് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഔല് വെള്ളം. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടുകാരെ പോകുന്നു. അല്ലാതെ ഇപ്പം അവിടെ ചൊറി കുത്തി തീർത്തിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടെങ്കിലും വടി ഞാൻ ഇപ്പം കാണാം കേട്ടോ. ഇവിടെ ഓരോ സാധനം കാണും. എന്നിട്ട് പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കും. അതല്ലേ ഇതല്ലേ കണ്ടു പോതാണി അടുക്കി. ഇതോ ടാസ്ക്. ഇതിൽ കൂടെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റാതെ നമ്മൾക്ക് വീട്ടിലെത്തണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ മലപ്പുറത്ത് കണ്ടത്. നേരല്ല, ഞങ്ങൾ വീട്ടിൽ പോയി കുളിച്ച് മാറ്റി വന്ന് കുളിച്ചു അത് കഴിഞ്ഞാണ്ട് മാറ്റിക്കാട് നേരെ മലപ്പുറത്തേക്ക് വിട്ടു. കാരണം വേറെ ഒന്നല്ല, യൂണിഫോം ബുക്ക് എന്തൊക്കെ അങ്ങനെ അല്ലറ ചില്ലറ വസ്തുക്കളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സ്കൂൾ തുറക്കാനായി. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ മഴ ചോർന്നപ്പോൾ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കൊണ്ട് പോന്നപ്പോൾ പെരുമഴ, പൂരാ കൂരുമഴ, അങ്ങനെ തന്നെയല്ലേ പറയാം. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കോഴിപ്പീടിയെ പോയി കാണും, കുറച്ച് ചിക്കൻ വാങ്ങി. അതിനാണ് നേരെ പോകുന്നത് വീട്ടിലേക്ക്. അപ്പോൾ എത്ര കൊള്ളു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.